ഉണ്ണി മാങ്ങിയും പ്ലിച്ചിങ്ങും. രാവിലെ ഉമ്മയുടെ വിളി കേട്ടു. അന്ത്രു, മോനെ അന്ത്രു, എഴുന്നേൽക്കടാ. ഞാൻ പുതപ്പിനുള്ളിൽ ചുരുണ്ടി കിടന്നു. എഴുന്നേൽക്കാൻ ഒരു താല്പര്യവുമില്ല. ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ കുറച്ചുകൂടി ഉറങ്ങട്ടെ. ഉമ്മ ഉടനെ പറഞ്ഞു, മോനെ, നീ തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത് രാവിലെ എന്നെ വിളിക്കണമെന്ന്. ഔഖ്റാജിക്കയുടെ പാത്തു അമ്മായിയുടെ പറമ്പിൽ പോയി പെരൽ മാങ്ങ പിറക്കാൻ പോകണം എന്ന് പറഞ്ഞത് നീ തന്നെയല്ലേ? അത് കേട്ടതും എൻ്റെ ഉറക്കമെല്ലാം എങ്ങോട്ടോ പോയി. ഞാൻ ചാടി എഴുന്നേറ്റു. തലേന്ന് രാത്രി നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ മാവിൻ്റെ ചുവട്ടിൽ വീണ് കിടക്കുന്ന പെരൽ മാങ്ങകൾ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ ഉമ്മയോട് പറഞ്ഞിരുന്നു, ഉമ്മ, എന്നെ നേരത്തെ വിളിക്കണം. മറ്റുള്ളവർ വരുന്നതിന് മുമ്പ് എനിക്ക് മാങ്ങ കിട്ടണം. മറ്റുള്ളവർ വന്നാൽ മാങ്ങ മുഴുവൻ തൂത്തുവാരി കൊണ്ടുപോകുമെന്നായിരുന്നു എൻ്റെ പേടി. ഞാൻ പെട്ടെന്ന് നിക്കർ നേരെയാക്കി. പല്ലുപോലും തേക്കാതെ മാവിൻ്റെ അടുത്തേക്ക് ഓടി. പുറത്ത് നല്ല തണുപ്പായിരുന്നു. മഞ്ഞും ഇരുട്ടുമൊക്കെയുണ്ട്. ഞാൻ ഓടിച്ചെന്ന് മാവിൻ്റെ ചുവട്ടിലെത്തി. അവിടെ നോക്കുമ്പോൾ ചില ആൾക്കാർ നടന്നു പോകുന്നത് കണ്ടു. ഞാൻ മാവിന് ചുറ്റും കണ്ണോടിച്ചു. ഒന്നുമില്ല. ഒരു മാങ്ങ പോലും കാണാനില്ല. അയ്യോ, എല്ലാവരും നേരത്തെ വന്ന് മാങ്ങ പുറക്കി കൊണ്ടുപോയോ? ഞാൻ മുകളിലേക്ക് നോക്കി, പിന്നെ താഴേക്ക് നോക്കി. ഇത്രയും ഇരുട്ടത്ത് എങ്ങനെയാണ് ഇവർ മാങ്ങ കണ്ടുപിടിച്ചത്? അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പ്ലപ്പ്, എൻ്റെ മുന്നിലേക്ക് ഒരു പെരൽ മാങ്ങ വീണു. ഞാൻ സന്തോഷത്തോടെ അതെടുത്തു. ഓ ദൈവമേ, ഒരെണ്ണമെങ്കിലും എനിക്ക് കിട്ടിയല്ലോ. അതിനുശേഷം ഇടയ്ക്കിടെ ഒരു മാങ്ങ വീണ് കിട്ടാൻ തുടങ്ങി. ഞാൻ മാവിൻ്റെ ചുവട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് മാങ്ങ പൊറുക്കിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 9 പെരൽ മാങ്ങയായി. ഒരു കയ്യിൽ 5 എണ്ണം, മറ്റേ കയ്യിൽ 4 എണ്ണം. എനിക്ക് വലിയ സന്തോഷം. ഇന്നത്തെ മാങ്ങവേട്ട വിജയിച്ചു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു നടന്നു. പക്ഷേ ആ 9 മാങ്ങ കിട്ടിയ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. മാവിൻ്റെ ചുവട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ എൻ്റെ കാൽ താഴെ വെച്ചതും പ്ലിച്ചിങ്, ഒരു പ്രത്യേക ശബ്ദം. ഞാൻ പെട്ടെന്ന് നിന്നു. താഴേക്ക് നോക്കിയപ്പോൾ അയ്യോ, ആരോ അവിടെ ഇട്ടുവെച്ചിരുന്ന തീട്ടത്തിലാണ് എൻ്റെ കാൽ കൃത്യമായി പതിഞ്ഞത്. ഒരുപാടുണ്ട്. വയറിളക്കം പിടിച്ചവർ ഇട്ട മാതിരി. അയ്യോ ഉമ്മ, കയ്യിലുണ്ടായിരുന്ന മാങ്ങകൾ പോലും മറന്നുപോയി. ഞാൻ ഉടനെ അവ നിക്കറിൻ്റെ കീശയിൽ ഇട്ടു. പിന്നെ പതുക്കെ കാലുയർത്തി വയലിലേക്ക് ഇറങ്ങി. വയലിലെ വൈക്കോലിൽ കാൽ ശക്തിയായി ഉരച്ചു. ഒരിക്കൽ, 2 തവണ, 3 തവണ. എന്നിട്ടും എനിക്ക് സമാധാനമായില്ല. നടക്കുമ്പോഴും കാല് നിലത്ത് ഉരച്ചുകൊണ്ടേയിരുന്നു. വീട്ടിലെത്തിയ ഉടനെ പാഞ്ഞുമെടുത്ത് കിണറ്റിൽ നിന്നും വെള്ളം കോരി കാൽ നന്നായി കഴുകി. വീണ്ടും കഴുകി, വീണ്ടും വെള്ളം കോരി. എന്നിട്ടും മനസ്സിലൊരു സംശയം, കാൽ ശരിക്കും വൃത്തിയായോ? അപ്പോഴാണ് അലക്ക് കല്ലിൻ്റെ മുകളിൽ അലക്ക് സോപ്പ് കണ്ടത്. ഞാൻ അതെടുത്തു കാലിൽ സോപ്പ് തേച്ചു. അവിടെ ഉണ്ടായിരുന്ന കല്ലിൽ കാൽ ഉരച്ച് ഉരച്ച് കഴുകി. അപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത്. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെന്നു. എന്നെ കണ്ടതും ഉമ്മ ചോദിച്ചു, എത്ര സമയമായി നീ പോയിട്ട്? പല്ല് തേച്ചോ? ഞാൻ പറഞ്ഞു, വൈകാൻ കാരണം ആരോ പ്ലിച്ചിങ് ഇട്ടതിൽ ഞാൻ ചവിട്ടി. ഉമ്മ ചോദിച്ചു, കാല് നന്നായി ഉരച്ച് കഴുകിയില്ലേ? കഴുകി ഉമ്മ, 2-3 തവണ കഴുകി. ഉമ്മ പറഞ്ഞു, അന്ത്രു, നിനക്കറിയില്ലേ, രാവിലെ ഇരിക്കുന്ന സ്ഥലമാണത്, നോക്കിയും കണ്ട് നടക്കണ്ടേ? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ നിക്കറിൻ്റെ കീശയിൽ നിന്നും പെരൽമാങ്ങകൾ എടുത്ത് ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ഉമ്മ, ഇതൊന്ന് പിടിച്ചേ, ഞാൻ ഇപ്പോൾ വരാം. ഉമ്മ മാങ്ങ നോക്കി, പിന്നെ എന്നെ നോക്കി, പിന്നെ നിക്കറിൻ്റെ കീശ നോക്കി. അപ്പോഴാണ് ഉമ്മയുടെ മുഖഭാവം മാറിയത്. അന്ത്രു, നീ എന്താണ് കാണിച്ചത്? എന്താ ഉമ്മ? മാങ്ങ നിക്കറിൻ്റെ കീശയിട്ടാണോ നീ വീട്ടിലേക്ക് വന്നത്? ഞാൻ നിക്കറിലേക്ക് നോക്കി. അയ്യോ, നിക്കറിൻ്റെ കീശയും ചുറ്റുമുള്ള ഭാഗവും മുഴുവൻ മാങ്ങയുടെ കറ. ഉമ്മ പറഞ്ഞു, നിനക്ക് ബോധമില്ലേ? നീ മാങ്ങ കിട്ടിയ സന്തോഷത്തിൽ നിക്കറിൻ്റെ കീശ തന്നെ സഞ്ചിയാക്കിയോ? ഉമ്മ ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ അടികിട്ടും. ഞാൻ അവിടെ കൂടുതൽ നിൽക്കാതെ ഓടി. അടുപ്പിനരികിൽ നിന്നും ഉമിക്കരി എടുത്തു. പല്ലൊക്കെ തേച്ച് തിരിച്ചു വന്ന് പലക എടുത്ത് വെച്ച് ഇരുന്നു. അപ്പോഴേക്കും ഉമ്മ ചായയും ബിസ്ക്കറ്റും കൊണ്ടു തന്നു. ഞാൻ ചായ കുടിക്കാൻ തുടങ്ങിയതേയുള്ളൂ. പടക്കെന്ന് ഒരടി. ഞാൻ ഞെട്ടിപ്പോയി. നോക്കുമ്പോൾ ഉമ്മാമ ചോദിച്ചു, നിക്കറിലാണോ മാങ്ങ ഇടുന്നത്? ഞാൻ ഉമ്മയെ നോക്കി. അയ്യോ, ഇത്ര പെട്ടെന്ന് ഫ്ലാഷാക്കിയോ? ഞാൻ നേരത്തെ കരുതിയിരുന്നത് ഉമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടുമെന്നാണ്. പക്ഷെ ഉമ്മ അടിച്ചില്ല. ചായയും ബിസ്ക്കറ്റും കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മാമ ആ ജോലി തീർത്തത്. ഞാൻ മനസ്സിൽ പറഞ്ഞു, ചായ, ബിസ്ക്കറ്റ്, പിന്നെ ഒരടി. ചായക്ക് കൂട്ടാനേ കിട്ടിയതാണെന്ന് കരുതാം. ഉമ്മാൻ്റെ കയ്യിൽ നിന്നും കിട്ടേണ്ട അടി ഉമ്മാമ തന്നു. അതുകൊണ്ട് ആ അടി ഞാൻ എൻ്റെ മനസ്സിലെ ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പോഴേക്കും ഞാൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എൻ്റെ പെരൽ മാങ്ങ തരൂ. ഉമ്മ മാങ്ങ എടുക്കാൻ പോയപ്പോൾ ഉമ്മാമ പറഞ്ഞു, അവൻ എഴുത്തും മോത്തും കഴിഞ്ഞ് വന്നാൽ കൊടുത്താൽ മതി.
ഇപ്പോൾ കൊടുത്താൽ അവൻ വീണ്ടും ഇട്ട് കറയാക്കും. അത് കേട്ട് ഉമ്മയും പറഞ്ഞു, നീ സ്കൂളിൽ മദ്രസയും കഴിഞ്ഞു വന്നാൽ മാങ്ങ തരാം. ഇപ്പോൾ വേഗം മദ്രസയിലേക്ക് പോകൂ. ഞാൻ പറഞ്ഞു, എൻ്റെ പെരൽമാങ്ങ കിട്ടാതെ ഞാൻ മദ്രസയിലേക്ക് പോകില്ല. ഞാൻ വാശി പിടിച്ചു നിന്നു. രാവിലെ പ്ലിച്ചിങ്ങിൽ ചവിട്ടി നാണം കെട്ട് മാങ്ങ പുറക്കിക്കൊണ്ടുവന്നതും അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് അടി കിട്ടിയതും പോരാ. ഇപ്പോൾ എൻ്റെ മാങ്ങ തന്നില്ലെങ്കിൽ ഞാൻ മദ്രസയിലേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല. അവസാനം എൻ്റെ വാശിക്ക് വീട്ടുകാർ കീഴടങ്ങി. ഉമ്മ മാങ്ങ എടുത്തു കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ എണ്ണി നോക്കി. 1, 2, 3, 4, 5, 6. ഞാൻ ഉമ്മയെ നോക്കി. ഉമ്മ, ഇതിൽ 6 എണ്ണമേ ഉള്ളൂ. 9 മാങ്ങ ഉണ്ടായിരുന്നല്ലോ, ബാക്കി എവിടെ? ഉമ്മ പറഞ്ഞു, ബാക്കി ഇവിടെയുണ്ട്. നിനക്ക് 6 മാങ്ങ മതിയല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. മാങ്ങ വാങ്ങി വീട്ടിലെ അലമാരയിൽ ഒളിപ്പിച്ചു വെച്ചു. തുണിയും കുപ്പായവും ധരിച്ച് പുസ്തകവും സ്ലേറ്റും എടുത്ത് മദ്രസയിലേക്ക് പോയി. മദ്രസ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. പ്രഭാത ഭക്ഷണത്തിന് കപ്പയും ചായയുമാണ് ഉണ്ടായത്. അത് കഴിച്ച ശേഷം വീണ്ടും കുപ്പായവും നിക്കറും ധരിച്ചു. അലമാരയിൽ ഒളിപ്പിച്ചു വെച്ച മാങ്ങ എടുത്തു. ആ മാങ്ങകൾ കയ്യിൽ പിടിച്ച് പുസ്തകവും സ്ലേറ്റും എടുത്ത് സ്കൂളിലേക്ക് നടന്നു. വഴിയിൽ കൂട്ടുകാർ ഓരോരുത്തരായി കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. പഠിപ്പൊക്കെ തുടങ്ങി. ഇടവേളയുടെ ബെല്ലടിച്ചു. ഞങ്ങൾ പുറത്തേക്ക് വന്നു. കൂട്ടുകാർ വെള്ളം കുടിച്ച് സംസാരിച്ചും നിൽക്കുമ്പോൾ ഞാൻ നിക്കറിൻ്റെ കീശയിൽ സൂക്ഷിച്ചിരുന്ന പെരൽ മാങ്ങ പുറത്തെടുത്തു. നോക്കടാ. എല്ലാവരും എൻ്റെ ചുറ്റും കൂടി. എവിടുന്നാ കിട്ടിയത്? ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. അതിരാവിലെ പോയി പുറക്കിയതാണ്. മാങ്ങ കണ്ടതും എല്ലാവരുടെയും വായിൽ വെള്ളം മൂറി. എനിക്കും താടാ. എനിക്കും ഒരെണ്ണം. അന്ത്രു എനിക്കും. എല്ലാവരും എൻ്റെ പിന്നാലെ കൂടി. ഞാൻ 3 മാങ്ങയെടുത്ത് കൂട്ടുകാർക്ക് കൊടുത്തു. ഇത് നമുക്ക് എല്ലാവർക്കും പങ്കിട്ട് കഴിക്കാം. അവർ മാങ്ങ കല്ലിൽ ഇടിച്ചു പൊട്ടിച്ചു. ചെറിയ ചെറിയ കഷ്ണങ്ങളായി എല്ലാവരും പങ്കിട്ടെടുത്തു. കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ കായിൻ്റെ സലീം പറഞ്ഞു, ഉപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിന് നല്ല രസമായിരുന്നു. അപ്പോഴാണ് ബാക്കിയുള്ള മാങ്ങകളിലേക്ക് എല്ലാവരുടെയും കണ്ണു പോയത്. ഞാൻ ഉടനെ പറഞ്ഞു, ഇത് തരാൻ പറ്റില്ല, ഇത് വീട്ടിൽ കൊടുക്കാനുള്ളതാണ്. രാജൻ ചോദിച്ചു, നീ രാവിലെ പോയി തന്നെയല്ലേ മാങ്ങ പൊറുക്കിയത്? അതെ, ഞാനും രാവിലെ വരാൻ വിചാരിച്ചതാ, പക്ഷെ ഉറങ്ങിപ്പോയി. ഞാൻ ലക്ഷ്മണനെ നോക്കി പറഞ്ഞു, എടാ, ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ആ വലിയ പണി പറ്റിയത്. ലക്ഷ്മണൻ, എന്ത് പണി? ഞാൻ പ്ലിച്ചിങ്ങിൽ ചവിട്ടി. ലക്ഷ്മണൻ ചോദിച്ചു, നീ എന്തിനാ ആ ഭാഗത്തേക്ക് പോയത്? ഞാൻ പറഞ്ഞു, എളുപ്പത്തിൽ ചാടിക്കടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ കാല് വെച്ചത് തന്നെ അതിൻ്റെ മുകളിൽ. അപ്പോഴേക്കും ബെല്ലടിച്ചു. എല്ലാവരും ക്ലാസ്സിലേക്ക് ഓടി. വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ച് ശിവായിയുടെ അഷ്റഫ് ഞങ്ങളെ വിളിച്ചു. അന്ത്രു, ഒന്ന് നിന്നേ. ഞങ്ങൾ നിന്നു. അഷ്റഫ് ചോദിച്ചു, എടാ, ഞങ്ങൾക്കെന്താ പെരൽമാങ്ങ തരാതിരുന്നത്? എൻ്റെ കയ്യിൽ ഇനിയില്ല. നിങ്ങളൊക്കെ മാത്രം തിന്നാൽ മതിയോ? ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് തരാറില്ലേ? അപ്പോഴേക്കും സുന്ദരനും മണിയും അവരോടൊപ്പം കൂടി. ഞാൻ കൈമലർത്തി. സത്യമായിട്ടുമില്ല. ഉണ്ടായിരുന്നത് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. അപ്പോഴാണ് കനാരൻ പറയുന്നത്, അവൻ്റെ കയ്യിൽ ഇനിയും പെരൽമാങ്ങ ഉണ്ടല്ലോ. ഞാൻ കനാരനെ തുറിച്ചു നോക്കി. എടാ, കനാരൻ പറഞ്ഞു, കൊടുക്കപ്പാ, അവരും നമുക്ക് തരാറില്ലേ. ഞാൻ വേറെ വഴിയില്ലാതെ ഒരു മാങ്ങ എടുത്ത് അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾ 3 പേരും കൂടി വീതിച്ചെടുത്ത് കഴിച്ചോളൂ. അവർ മാങ്ങ വാങ്ങി കല്ലിൽ പൊട്ടിച്ചു. 3 പേരും കൂടി മാങ്ങ തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് കനാരൻ അടുത്ത വെടി പൊട്ടിച്ചത്. അന്ത്രു പ്ലിച്ചിങ്ങിൽ ചവിട്ടിയാണ് ഈ മാങ്ങ പൊറുക്കി വന്നത്. അത് കേട്ടതും മാങ്ങ തിന്നുകൊണ്ടിരുന്ന 3 പേരും പെട്ടെന്ന് എന്നെ നോക്കി നിന്നു. രാജൻ ഉടനെ പറഞ്ഞു, നിങ്ങൾ കേട്ടത് തെറ്റാണ്. മാങ്ങ പ്ലിച്ചിങ്ങിൽ വീണതല്ല, അന്ത്രു വരുമ്പോൾ അതിൽ ചവിട്ടിയതാണ്. അത് കേട്ടപ്പോൾ അവർ വീണ്ടും മാങ്ങ തിന്നാൻ തുടങ്ങി. ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. ഞാൻ കനാരനോട് ദേഷ്യത്തോടെ ചോദിച്ചു, നീ എന്തിനാടാ അത് പറഞ്ഞു കൊടുത്തത്? എൻ്റെ മാങ്ങയുണ്ടെന്ന്. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ സാധനം നീ എന്തിനു പറയാമെന്ന്? അപ്പം കനാരൻ പറഞ്ഞു, നമുക്ക് അവരും തരലില്ലേ, പിന്നെന്താ കൊടുക്കുന്നതിന്? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ കൊടുക്കുമോ? നീ കൊടുക്കൂല. നീ എൻ്റെ മാങ്ങ കണ്ടുകൊണ്ട് കൊടുത്തതാണ്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വീണ്ടും അന്ത്രു, എടാ, നീ എന്തിനാടാ എല്ലാവരോടും ഞാൻ പ്ലിച്ചിങ്ങിൽ ചവിട്ടിയ കാര്യം പറഞ്ഞത്? അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ലക്ഷ്മണൻ കനാരനോട് പറഞ്ഞു, നീ എന്തിനാടാ അന്ത്രുവിൻ്റെ കയ്യിൽ മാങ്ങയുണ്ടെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവനെ കുറെ ശകാരിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഓ, ഒരുത്തനെങ്കിലും എൻ്റെ പക്ഷത്തുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇനി 2 പെരൽ മാങ്ങയുണ്ട്, അത് നമുക്ക് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആ 2 മാങ്ങയും പങ്കിട്ട് കഴിച്ചു. രാജൻ പറഞ്ഞു, ഈ കനാരനെ കൊണ്ടാണ്, ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് 3 മാങ്ങ കിട്ടിയേനെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വൈകുന്നേരം കളിക്കളത്തിൽ ചെന്നപ്പോൾ
എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നു. എന്നിട്ട് പ്ലിച്ചിങ് പ്ലിച്ചിങ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഞാൻ ഷെരീഫിനെ നോക്കി ചോദിച്ചു, നിങ്ങൾക്കെല്ലാം മാങ്ങ തന്നതിന് ഇതാണോ എനിക്ക് കിട്ടിയ സമ്മാനം? ഷെരീഫ് പറഞ്ഞു, ഞങ്ങളാരും പറഞ്ഞതല്ല, കണാരൻ ഓരോരുത്തരുടെയും ചെവിയിൽ പോയി പറഞ്ഞതാണ്. ഞാൻ കണാരനെ നോക്കി. എടാ! അത് കേട്ടതും കണാരൻ ഓടി. അവന് ഒരു കാലിന് സ്വാധീനം കുറവായിരുന്നു. അതുകൊണ്ട് മുടന്തിയാണ് ഓടിയത്. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇവൻ ഓടിയാൽ എവിടം വരെ ഓടും? ഞാനും ഒറ്റ ചാട്ടത്തിന് പിന്നാലെ ചെന്നു. അവനെ പിടിച്ചു. നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? അങ്ങനെ രണ്ടുപേരും വഴക്കായി. മറ്റുള്ള കൂട്ടുകാർ വന്ന് ഞങ്ങളെ പിടിച്ചു മാറ്റി. അന്ത്രു കണാരനെ നോക്കി പറഞ്ഞു, എൻ്റെ മകൻ നീ തന്നോളാം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. കണാര, നിനക്കൊരു സാധനം ഇനി തരില്ല. അവൻ പറഞ്ഞു, ആർക്ക് വേണം നിൻ്റേത്? ഒരു മാങ്ങ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമോ? അന്ത്രു ദേഷ്യത്തോടെ കണാരനെ നോക്കി പറഞ്ഞു, എൻ്റെ തിന്ന മാങ്ങ ഇപ്പം തന്നോളാം, ഇല്ലെങ്കിൽ നിൻ്റെ വയറ് ഇപ്പോൾ കുത്തിപ്പൊട്ടിക്കും. കണാരൻ പറഞ്ഞു, തരാമല്ലോ, നാളെ രാവിലെ വാ, അപ്പോഴാണ് ഞാൻ പ്ലിച്ചിങ് ഇടുക. അതിൽ നിന്നും നീ മാങ്ങ എടുത്തോളൂ. അത് കേട്ടതും എൻ്റെ ദേഷ്യം വീണ്ടും കത്തി. ഞാൻ ഓടിച്ചെന്ന് അവന് ഒരു അടി കൊടുത്തു. എടാ കണാരാ! വീണ്ടും എല്ലാവരും ചേർന്ന് ഞങ്ങളെ പിടിച്ചു മാറ്റി. ആ ദിവസത്തെ കളി അവിടെ അവസാനിച്ചു. നാണക്കേടും ദേഷ്യം കൊണ്ട് ഞാൻ കളിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് നടക്കുമ്പോഴും കണാരനെ നോക്കി ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് ചോദിച്ചു, നിനക്ക് ഞാൻ കാണിച്ചു തരാം. കണാരൻ പിന്നിൽ നിന്നും എന്തോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാൻ ഞാൻ നിന്നില്ല. കൂട്ടുകാർ കളി തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു പെരൽ മാങ്ങ പറിക്കാൻ പോയ അന്ത്രുവിന് കിട്ടിയത് 9 മാങ്ങയും ഒരു പ്ലിച്ചിങ്ങും ഒരടിയും കൂട്ടുകാരുടെ കളിയാക്കലും അവസാനം കണാരനുമായൊരു അടിപിടിയും. ഒരു മാങ്ങയ്ക്ക് വേണ്ടി ഇത്രയും പുകില് ഉണ്ടാക്കിയ കാലം, അതായിരുന്നു ഞങ്ങളുടെ ബാല്യം. ശുഭം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ.